ഞാൻ ആലോചിക്കുകയായിരുന്നേ, ഈ കുജനും കേതുവും തമ്മിൽ എന്താ ബന്ധം? കുജവത് കേതുവും നമ്മൾ പറയാറുണ്ടല്ലോ. കുജനും കേതുവും തമ്മിൽ സഹോദര ബന്ധം തന്നെ. കുജൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യൻ, കേതു എന്ന് പറഞ്ഞാൽ ഗണപതി. ഗണപതിയും സുബ്രഹ്മണ്യനും സഹോദരന്മാരാണ്, നമുക്കറിയാലോ. സുബ്രഹ്മണ്യൻ്റെ എനർജി എങ്ങനെയാണ്? ചൊവ്വയുടെ എനർജി പോലെയാണ്. അതായത് പുറത്തോട്ട് എമിറ്റ് ചെയ്യുന്ന, പുറത്തോട്ട് പ്രവഹിക്കുന്ന ഒരു എനർജിയാണ് സുബ്രഹ്മണ്യൻ്റേത്. സുബ്രഹ്മണ്യൻ്റെ ആയുധം കണ്ടിട്ടില്ലേ? വേലാണ് ആയുധം. എന്ത് ഒബ്സ്ട്രക്ഷൻ ഉണ്ടായിക്കോട്ടെ, ആ വേല് അതിനെ രണ്ടാക്കി മാറ്റും. അതായത് അതിൻ്റെ തടസ്സങ്ങളൊക്കെ നീക്കം ചെയ്യും. പക്ഷേ ഗണപതി എങ്ങനെയാണ്? ഗണപതിയുടെ ആയുധം ശരിക്കും ഗണപതിയുടെ തുമ്പിക്കൈ തന്നെയാണ്. അതായത് കേതുവിനെ പോലെ എല്ലാം ഭക്ഷിക്കുകയാണ് ഗണപതി ചെയ്യുന്നത്. എന്ത് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിലും, എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം ഗണപതി ഭക്ഷിക്കും. കേതു അങ്ങനെയാണല്ലോ വർക്ക് ചെയ്യുന്നത്, ഒരു ബ്ലാക്ക് ഹോൾ പോലെ. കേതു എവിടെയുണ്ടോ, കേതു അവിടെയുള്ളതിനെല്ലാം ഭക്ഷിക്കും. ഒരു ബ്ലാക്ക് ഹോൾ പോലെ എല്ലാത്തിനും അബ്സോർബ് ചെയ്യും. ചൊവ്വ ആയിക്കോട്ടെ പുറത്തോട്ടാണ് എനർജി പോകുന്നത്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നാലോ എങ്ങനെയായിരിക്കും? ആലോചിച്ചിട്ടുണ്ടോ? വളരെ ഡേഞ്ചറസ് കോമ്പിനേഷൻ തന്നെ ആയിരിക്കണം അല്ലേ? ഏതെങ്കിലും ഒരു ഭാവത്തിലാണെങ്കിൽ ആ ഭാവത്തെ നശിപ്പിച്ച് കളയുവർ. കാര്യം ഒരാൾ പുറമേ ഉള്ളതിനെല്ലാം, പുറത്തോട്ടുള്ള എനർജിയാണ് എല്ലാ രീതിയിലും ഡിസ്ട്രക്ട് ചെയ്യും. മറ്റേയാളായിക്കോട്ടെ എല്ലാത്തിനെയും അകത്തോട്ട് എടുക്കും. ഒരു ബ്ലാക്ക് ഹോൾ പോലെ എല്ലാം അകത്തോട്ട് എടുത്തിട്ട് ഇല്ലാതാക്കും. ഒരു കഥ കേട്ടിട്ടില്ലേ? കേതുവല്ല, ഗണപതിയുടെയും സുബ്രഹ്മണ്യൻ്റെയും. അതായത് ശിവപാർവതിമാർ ലോകം ചുറ്റുന്നൊരു മത്സരം വെച്ചല്ലോ. അപ്പം ചൊവ്വ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യൻ എന്താ ചെയ്തത്? സുബ്രഹ്മണ്യൻ ലോകം മുഴുവൻ ചുറ്റി വരിക ചെയ്തത്. പക്ഷേ ഗണപതി നിന്നിടത്തുനിന്ന് തിരിയുക ചെയ്തത്. ഇതാണ് ഇവർ തമ്മിലുള്ള ഒരു എനർജി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ചൊവ്വ പുറത്തേക്ക് എനർജി പോകുമ്പോൾ കേതു എല്ലാം അകത്തേക്കായിരിക്കും. കേതു ഒരു മെഡിറ്റേഷനെയും കൂടി റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്, നമുക്കറിയാലോ. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇവർ ഒരുമിച്ച് ചേർന്ന് ഒരു ഭാവത്തിൽ വന്നാൽ, അതായത് എങ്ങനെയായിരിക്കും ആ ഭാവത്തിൻ്റെ അവസ്ഥ എന്ന്. തീർച്ചയായും വളരെ മോശമായിരിക്കും. പക്ഷേ സ്പിരിച്വലി നമുക്ക് ഇവരെ ഉപയോഗിക്കാൻ പറ്റില്ലേ? തീർച്ചയായും ഉപയോഗിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്പിരിച്വലി എങ്ങനെ ഉപയോഗിക്കാം? നമുക്കറിയാം, സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ ശിവനിൽ നിന്നുണ്ടാകുന്നതാണ്. ഗണപതി ആയിക്കോട്ടെ ദേവിയിൽ നിന്നുണ്ടാകുന്നതാണ്. ശിവനില്ലാത്തപ്പോഴാണ് ഗണപതി ഉണ്ടാകുന്നത്. സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു മെയിൽ എനർജിയാണ്, പൗരുഷം നിറഞ്ഞ എനർജിയാണ്. ഗണപതി എന്ന് പറഞ്ഞാൽ ശിവനില്ലല്ലോ, ആ സമയത്ത് ഉണ്ടാകുന്ന, ദേവിയിലൂടെ ഉണ്ടാകുന്ന സ്ത്രൈണമായ ഒരു എനർജിയാണ്. ഒരു പെർഫെക്റ്റ് കോമ്പിനേഷനാണിത്. അതായത് ശിവശക്തി എന്ന് പറയുന്നത് പോലെ ഒരു കോമ്പിനേഷനാണിത്. പൗരുഷമായ സുബ്രഹ്മണ്യനും സ്ത്രൈണമായ ഗണപതിയും, ഇവർ രണ്ടുപേരും ചേരുമ്പോഴാണ് പൂർണ്ണത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്പിരിച്വലായിട്ട് ഈ കോമ്പിനേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരാളുടെ ജാതകത്തിൽ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വരികയാണെങ്കിൽ, അതിൻ്റെ നെഗറ്റീവ് സൈഡ് കാണാതെ അതിൻ്റെ സ്പിരിച്വൽ സൈഡ് കാണുകയാണെങ്കിൽ അതൊരു പെർഫെക്റ്റ് അലൈൻമെൻ്റ് ആയിരിക്കും. അതായത് ഈ മനുഷ്യനിൽ, ഈ വ്യക്തിയിൽ പല ദുരിതങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഈ മനുഷ്യനിൽ ഒരു ബാലൻസ് ഉണ്ട്. ഒരു ഫെമിനൈൻ എനർജിയുടെയും ഒരു മെയിൽ എനർജിയുടെയും ഒരു ബാലൻസ്. തീർച്ചയായും സ്പിരിച്വലി ഇയാൾക്ക് ഒരുപാട് അഡ്വാൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ.